Hi, friends. Good morning. Happy Saturday to all. Today, I just wanted to come on live together with my online business partners and my best friends. I'm so grateful that I got this chance to come along with them and talk to you guys. Something about um, the success that we are building for our life. So today I have with me three wonderful ladies, very hardworking people. Let me welcome first Anis Manju. She's an accountant and she lives in Montreal for so many years. And she's an awesome person whom I know from this business, um, from this online business. I never knew her before, but this online business have given me a best friend, I could say, very happily. And secondly, we do have Chinchu. Chinchu is also living in Canada with her three beautiful kids, and she's also a wonderful mom, beautiful soul, whom I also came to know through this online business. She also lives in Ontario. Welcome Chinju to my page, and welcome Annie Manju. Thanks for coming and taking that pain to show up again. And Chinchu is she's based on corporate background, and she's a very hardworking person. We have all experienced how sweet she is. So once again, thank you, Chinchu, for coming to my page. And thirdly, a wonderful other mom, Shinda from Canada again. She's an RN working in Canada. She's also a hardworking mom with four kids, if I remember well. And welcome, Shinda, for showing up to my page and taking the interest. And we are all committed to what we are doing, right? We show interest and we feel so satisfied. We try to show up. I think our team, team makes a kind of family that I have always felt. So it's all good to have you all today to my page. And today we would like to talk about or discuss with you all how the process works. The process, how when we trust the process, how it helps every undertakings that we take, right? We have all experienced and we are going through that. So in ജീവിതത്തിൽ നമുക്ക് എന്ത് ഇതുണ്ടായാലും നമുക്ക് എന്തൊരു സ്റ്റെപ്പ് നമ്മൾ മുൻപോട്ട് എടുത്തു വെച്ചാലും അതിനെല്ലാത്തിനും ഒരു പ്രോസസ് ഉണ്ട്. അതൊരു വർക്കിലായിക്കോട്ടെ നമ്മുടെ ലൈഫിലായിക്കോട്ടെ എല്ലാത്തിലും ഒരു പ്രോസസ് ഉണ്ട്. അതിനകത്ത് നല്ല കാര്യങ്ങൾ വരാം, ടഫ് സിറ്റുവേഷൻസ് വരാം, ടഫ് പീപ്പിൾ വരാം. പക്ഷെ സ്റ്റിൽ ഇഫ് വി ട്രസ്റ്റ് ദ പ്രോസസ് വി ക്യാൻ gain something very positively and very beneficially in our life. അത് നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ റെഗുലർ ലൈഫിലൂടെ, ബാലൻസിങ് അവർ ഓൺലൈൻ ബിസിനസ് ആൻഡ് അവർ റെഗുലർ വർക്ക്. അപ്പൊ ഇന്ന് എനിക്ക് എന്റെ കൂടെയുള്ള നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഹൗ യു ഗൈസ് ഹാവ് ട്രസ്റ്റഡ് ദ പ്രോസസ് ദാറ്റ് യു ഹാവ് സ്റ്റാർട്ടഡ്. അത് എങ്ങനെയാണ് നിങ്ങളെ സഹായിച്ചത് എന്ന് നമ്മുടെ ഓഡിയൻസിനും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത ഉപകാരമായിരിക്കും. അവർക്ക് ഒത്തിരി പേർക്ക് ഇതുണ്ടാവും. എല്ലാവരും വന്നിരുന്ന് ഓൺലൈനിൽ പറയുന്നുണ്ട്, വാട്ട് ഈസ് ദിസ്, ഇത് എന്താണ്, നിങ്ങൾ ഇത് എന്താ ചെയ്യുന്നത്. എല്ലാവരും പറയുന്നുണ്ട് സക്സസ് അങ്ങനെയാണ്, സക്സസ് ഇങ്ങനെയാണ്, ട്രസ്റ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷെ മോസ്റ്റ് ഓഫ് നമുക്ക് ആർക്കും ഇത് അറിയത്തില്ലായിരുന്നു. നമ്മളെല്ലാവരും ഇത് വാച്ച് ചെയ്ത് വന്നവരാണ്, നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിനെ ക്യാരി ഓൺ ഫോർവേഡ് ചെയ്യുന്നതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഉപകാരമായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഓവർ ടു യു മഞ്ജു, ഹൗ ഡു യു ഫീൽ, ഹൗ സക്സസ് യു ഫീൽ വെൻ യു സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് ദ പ്രോസസ്? ഹായ് എവ്രി വൺ, ഞാൻ ആനീസ് മഞ്ജു. ജിനി പറഞ്ഞ മാതിരി തന്നെ ഞാനിവിടെ മോൺട്രിയലിലാണ്. ഞാനൊരു അമ്മയും ഭാര്യയാണ്. ഇവിടെ ഒരു 25 years ആയിട്ട് സെറ്റിൽ ചെയ്തേക്കാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാനുണ്ടായ കാരണം എനിക്ക് ഒരു ചേഞ്ച് വേണമെന്ന് ഉണ്ടായിരുന്നു. ഒരു എക്സ്ട്രാ ഇൻകം എനിക്ക് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ
നമുക്ക് എന്താ പറയാ, ഇത് ഓൺലൈനിലാണ്, പേടി എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഓൺലൈനിലേക്ക് വരുമ്പോ എന്താണ് ഏതാണെന്നുള്ള ഒരു പേടി നമുക്കുള്ളതാണല്ലോ. അപ്പൊ പലരും നമുക്ക് നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ തരുള്ളൂ. അപ്പൊ എന്താ, നമ്മൾക്ക് നമ്മുടേതായൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവുമല്ലോ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ തിങ്. പിന്നെ ഉള്ളത് ചിലവർ പറയുന്നത് ഇത് പെട്ടെന്ന് നമുക്ക് വന്നു കഴിയുമ്പോ തന്നെ പെട്ടെന്ന് ഗെറ്റ് റിച്ച് ക്വിക്ക് ആണെന്ന് പറഞ്ഞിട്ട് വരുന്ന ഇതല്ല. നമുക്ക് നമ്മുടെ എഫേർട്ട് എടുത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനകത്തുനിന്ന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ വന്നിരുന്നിട്ട് നമ്മൾ ജസ്റ്റ് ഓക്കെ ഞാൻ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു നെക്സ്റ്റ് ഡേ ഐ വിൽ ബി ഗെറ്റ് റിച്ച്, നോ, അങ്ങനെയല്ല ഇത്. അപ്പൊ അത് പിന്നെ ഉള്ളത് പിന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം, ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, നോളജ് ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് മെന്റർഷിപ്പ് ഉണ്ട്, എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇപ്പൊ തന്നെയായാലും ഞങ്ങൾ 4 പേര് ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ഞങ്ങൾ വി ആർ ഹെൽപ്പിംഗ് ഈച്ച് അതർ, വി ആർ ഗ്രോയിങ് ടുഗദർ, വി ആർ ലേണിംഗ് ടുഗദർ. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് ഈ നമ്മൾ പറയുന്ന മറ്റൊരു ട്രസ്റ്റ്. നമ്മൾ പരസ്പരം എല്ലാവരെയും ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്നത്. പിന്നെ നമുക്ക് അതിന് പറ്റിയ ഒരു പ്രോപ്പർ മൈൻഡ് സെറ്റ് വേണം. മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറെ അധികം നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ കൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്ത് കേട്ടാലോ അതിന്റെ നെഗറ്റീവ് ചെയ്യാനെ എല്ലാവരും ഫസ്റ്റ് നെഗറ്റീവേ പറയുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും നെഗറ്റീവ് എന്നേ പറയുള്ളൂ. ഇറ്റ്സ് നോട്ട് റൈറ്റ്, ബട്ട് ദേ ഡു എവറിഥിങ് ലൈക്ക് സ്റ്റഡിയിങ് ആൻഡ് ഷോപ്പിംഗ് ആൻഡ് എവറിഥിങ് ദേ ഡു ഇൻ ദ ഓൺലൈൻ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു the work they say oh no this is scam. ഓക്കെ, അപ്പൊ അതും ഞാൻ മറ്റൊരു ഇതിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാവരും ഇത് എന്നെ റിജക്ട് ചെയ്യാണ് ചെയ്തത്. ഞാൻ പറഞ്ഞവരോട്, എന്റെ family and I have a skeptical husband, my skeptical daughter, everybody was skeptical, but I trust myself. ഞാനിപ്പോ ഈ ബിസിനസ്സിൽ 3 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇതിനകത്ത് എനിക്ക് മനസ്സിലായി ഇത് സംതിങ് സ്പെഷ്യൽ, സംതിങ് ഡിഫറെന്റ്, ഇറ്റ്സ് ഗോണ ചേഞ്ച് മൈ ലൈഫ്. സോ എനിക്ക് ലൈഫിൽ ആ ഒരു ചേഞ്ച് വേണമെന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങനെ മുന്നോട്ട് വരികയാണ് ചെയ്തത്. സോ അതൊക്കെയാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതും. അങ്ങനെ എനിക്ക് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ലോട്ട് ഓഫ് ഗ്രോത്ത് ആൻഡ് ഓൾസോ ദി ഫിനാൻഷ്യൽ ഫ്രീഡം ഐ ഗോട്ട്. So I'm telling everybody, if you are thinking about a change in your life, trust the process, think about yourself, listen to your body, and keep the mindset open so you can grow in this business. Okay, thank you so much, Ginny. Thank you, Manju. Thank you for that great story. I know that actually ഇത് നല്ലൊരു സംഭവമാണ്, നമ്മളെല്ലാവരും ഗോ ത്രൂ ചെയ്യുന്നതാണ്, അതുകൊണ്ട് നമുക്കത് ഈസി പറയാനും പറ്റും. സോ ഓവർ ടു ചിഞ്ചു. ചിഞ്ചുവിന് എന്താ തോന്നുന്നത്? ചിഞ്ചു എങ്ങനെയാണ് ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്? താങ്ക് യു ജിനി, താങ്ക് യു ഫോർ ഹാവിംഗ് മീ ഹിയർ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയാ, ഈ ബിസിനസ് വരുമ്പോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നില്ല വന്നത്. പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് തന്നെ പറയാം, ഞാന് ഇതില് എന്താ പറയാ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളൊരു ഒരു മനോഭാവത്തോടു കൂടിയാണ് ഇതിൽ ജോയിൻ ചെയ്തത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾക്ക് നമ്മുടെ ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാണ്ടാവുമ്പോൾ പറ്റാതാവുമ്പോൾ നമ്മളൊരു സൈഡ് ഹാസിൽ എപ്പോഴും നോക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാനും ഇതിൽ ജോയിൻ ചെയ്തത്. പക്ഷെ എന്താ പറയാ, എനിക്കുണ്ട് ഐ വാസ് സോ ഡൗട്ട്ഫുൾ വെൻ ഐ സ്റ്റാർട്ട് ദിസ് ബിസിനസ്. എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഫസ്റ്റത്തെ എന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ. കാരണം ഞാൻ ഇതിലേക്ക് വരുന്നത് ഒരു ആഡ് കണ്ടിട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയുള്ള ഇതുകളൊക്കെ ചെയ്യണം, ഇതില് ഫേസ് കാണിക്കണം, നമ്മൾ വന്ന് വീഡിയോ ലൈവ്, അതൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു. അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത്, ഫസ്റ്റ് നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും നമുക്കൊരു ടൈം വേണം അല്ലേ, അത് ഓക്കെ ആയി വരാനുള്ള ഒരു ടൈം. അതിപ്പോ ഈ ബിസിനസ് തന്നെയല്ല, നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു സംഭവം എല്ലാത്തിലും ഉണ്ട്. ഈ സ്റ്റാർട്ട് ചെയ്ത് എന്താ പറയാ, സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒരു ടൈം എടുക്കും. അല്ലാതെ ഒരു ഈസി മണി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു മിത്താണ്. എന്തിനും ഹാർഡ് വർക്ക് വേണം, അങ്ങനെ നമുക്ക് സക്സസ്.
അതല്ലാതെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവത്തിൽ ഒരു എന്താ പറയാ അതൊരിക്കലും നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിനും സക്സസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അതിന്റെ പിന്നിൽ ഒത്തിരി നമുക്ക് കാണാം. നമ്മളുടെ മുന്നിൽ സക്സസ് ആയിട്ടുള്ള എല്ലാവരും ഒത്തിരി അവർ ചെയ്യുന്നതിനെ വിശ്വസിച്ചുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാത്രമേ അവരതിൽ മുന്നേറിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായത് ഫസ്റ്റ് നമ്മളിലൊരു വിശ്വാസം നമുക്ക് വേണം. പിന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് കാശ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മണി എങ്ങനെ ഏൺ ചെയ്യാന്നുള്ളത് മാത്രമല്ല, നമുക്ക് നമ്മുടെ പല മേഖലകളിലും നമുക്ക് ഇതിൽ വ്യത്യാസം വരുന്നുണ്ട്. എനിക്കുണ്ടായ ചേഞ്ചാണ് ഞാൻ പറയുന്നത്. വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് ഇപ്പൊ ഉള്ളത്. ഞാന് സോഷ്യൽ മീഡിയയിൽ ഒന്നും ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല. എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പം ഞാൻ ഫസ്റ്റ് വരുമ്പോഴത്തേക്കും വേറെ ആൾക്കാരുടെ വീഡിയോസും അല്ലെങ്കിൽ വേറെ എന്റെ ഫേസ് കാണിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നില്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇതെനിക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റും. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് സ്കാം ആണ് അല്ലെങ്കിൽ അപ്പൊ എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും സോറി നമ്മളെപ്പോഴും ഞാൻ എപ്പോ ലൈവ് ചെയ്യുമ്പോഴും ഉണ്ടാവും എന്റെ കുട്ടികള്. കുഴപ്പമില്ല, ഈ നമ്മുടെ ഇതിനോടുകൂടിയാണല്ലോ ഈ നമ്മുടെ ഓൺലൈൻ ബിസിനസ്സും ചെയ്യുന്നത്, അപ്പൊ അത് കുഴപ്പമില്ല. അതെ, ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി അതും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. നമ്മള് കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് വേണ്ടി ഇതിനു വേണ്ടി അവരെയോ നമുക്ക് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അതും എനിക്ക് അതും ഒരു ടെൻഷനായിരുന്നു കേട്ടോ. കുട്ടികളെ വെച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസക്കുറവ് എനിക്കുണ്ടായിരുന്നു. അതും എനിക്ക് എന്റെ ഉണ്ടായിരുന്ന ഒരു ഡൗട്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എനിക്ക് മാറ്റാൻ പറ്റിയത് എന്താ പറയാ, ഇതിൽ നിന്ന് കിട്ടിയ എന്റെ കോച്ചിലുണ്ടായ എനിക്ക് വിശ്വാസം, എന്റെ ടീമിലുണ്ടായ വിശ്വാസം കൊണ്ടാണ്. നമ്മൾ അതിൽ വിശ്വസിച്ചതുകൊണ്ടാണ് എനിക്ക് ഇപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷെ എനിക്ക് ആ ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഞങ്ങളെ ഇതിൽ വന്നാലേ നമുക്ക് ഇതിന്റെ അത് മനസ്സിലാവുള്ളൂ. അപ്പോ റിസർച്ച് ചെയ്യാ. ഓക്കെ, അപ്പൊ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇനി കുഞ്ഞിനെ കൂടുതലാക്കുന്നില്ല. താങ്ക് യു ചിഞ്ചു, ദാറ്റ് വാസ് സോ മച്ച് ഇൻഫോർമേറ്റീവ്. താങ്ക് യു ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. ഓവർ ടു യു ഷിൻഡയ്ക്ക് എന്താ തോന്നുന്നത്? ഷിൻഡ ഈ ബിസിനസ്സിലോട്ട് വന്നിട്ട് ഷിൻഡനെ ഈ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ സഹായിച്ചേക്കണേ ഒന്ന് പറയാമോ? താങ്ക് യു ജിനി, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു യുവർ പേജ് ടുഡേ. ഞാന് സത്യം പറഞ്ഞ ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് ഞാനൊരു ആഡ് കണ്ടിട്ടാണ്. അപ്പം തന്നെ ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല, ഇതുപോലെയൊക്കെ ചെയ്യേണ്ടി വരുമെന്നൊരു ഇതുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തില് ഞാൻ റിയലി ഐ വാണ്ട് ടു ചേഞ്ച് മൈ ലൈഫ്. 2 ജോലിയിൽ ഓടിപ്പിടിച്ച് നമ്മള് ജോലി, അപ്പൊ നമ്മള് കുട്ടികളുടെ അടുത്ത് ഇരിക്കാനുള്ള സമയമാണ് നമുക്ക് അതിൽ നിന്ന് പല മൊമെന്റ്സും നമുക്ക് മിസ്സാവുന്നത്. കുട്ടികളുടെ സ്കൂളിലെ പല പ്രോഗ്രാംസും ഞാൻ പറയും ഇന്നില്ല, അടുത്ത പ്രാവശ്യം പോകാം, അങ്ങനെ അവരെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിച്ച് ഓരോ ദിവസവും അങ്ങ് വിടും. പക്ഷെ നമ്മളതൊരു മാറി വെക്കുന്നവരും അടുത്ത ടൈമിൽ നെക്സ്റ്റ് ഇയറിലും അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോകാൻ പറ്റാറില്ല, അവരെ അല്ലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ പറ്റാറില്ല. അപ്പൊ എന്തായാലും റിയലി ഐ നീഡ് എ ചേഞ്ച്. ദാറ്റ്സ് വൈ ഐ ടേക്ക് എ ലീവ്. I want to change my life. That's why I trust the process. Then when I joined this business, then all the trainings, അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് നമ്മുടെ കോച്ചും മെന്ററും അവരൊക്കെ സക്സസ് ചെയ്ത് ഏതോ ഒരു ലെവലിൽ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കും ഇത് ഒരിക്കലും എത്താൻ പറ്റും. പക്ഷെ ദ സക്സസ് ഈസ് നോട്ട് ഇൻ ഓവർനൈറ്റ് പ്രോസസ്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിങ്ങും നമ്മുടെ അതിൽ മനസ്സിലായി അവരെന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്കും നമുക്ക് ആ ട്രെയിനിങ് തരുന്നു. ട്രെയിനിങ് സൈറ്റിലെ ഓരോ ട്രെയിനിങ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബിസിനസ് മെന്റ് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സപ്പോർട്ട് എല്ലാം നമുക്ക് മനസ്സിലാകും. നമ്മള് ഇത് ട്രസ്റ്റിങ് ചെയ്ത് നമ്മൾ എങ്ങനെ നമ്മുടെ ബിസിനസ്സും നമ്മുടെ ലൈഫും എല്ലാം കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് നമുക്കത് അവർ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം അതിൽ നിന്ന് തന്നെ അതാ എന്റെ സ്റ്റോറി. എനിക്കിത് എന്റെ ലൈഫ്, എന്റെ ഫാമിലി ലൈഫ്, എന്റെ ജോലി ഇതെല്ലാം കൂടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂന്നത് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിൽ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി, നമ്മൾ ആസ് എ ഫാമിലി
we can change. We don't need to go to search in Google. We can just text a message or just a call. We got answer for that thing. That type of community create me this way. That's the thing I can say. Okay. Thank you, Shinda. Thank you so much for that experience sharing. ഇപ്പൊ നമ്മള് എല്ലാവരെയും കേട്ട പോലെ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ പോലെ റെഗുലർ ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് വിമൺ ആണ്. ഞങ്ങൾ എല്ലാവരും ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഷോ അപ്പ് ചെയ്ത് ഈ ഒരു പെർട്ടിക്കുലർ ട്രസ്റ്റിൽ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്ത് ഈ എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും കോച്ച് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും സക്സസ് കണ്ട് അതിലും ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്തിട്ട് സക്സസ്ഫുള്ളി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ ഇഫ് യു ആർ റെഡി ടു ക്രിയേറ്റ് യുവർ ഓൺ പാത്ത്, ട്രസ്റ്റിംഗ് ദ പ്രോസസ്, success doesn't happen overnight. We need to go through every ups and downs in this process. അപ്പൊ ഏതൊരു ലൈഫിലും ഏതൊരു ബിസിനസ്സിലും എന്തിലും ഉള്ള പോലെ ഈ പ്രോസസ് എല്ലാം നമ്മൾ സ്ലോലി ഓവർകം ചെയ്ത് അതിന്റെ കൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി നമ്മൾ മിനുസപ്പെട്ട് ഒരു ദിവസം സക്സസിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. സോ വി ഹാവ് എ കൈൻഡ് റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു ഹു ആർ വാച്ചിങ് ടുഡേ, if you're really willing to trust the process, this is your day and this is your time. Just take up that small step and trust the process. Let's try to create our beautiful path together. So നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളെ റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഇൻഫോർമേഷൻസും വെബ്സൈറ്റും എല്ലാം നിങ്ങൾ കാണുന്ന പോലെ ഡിസ്പ്ലേയിലുണ്ട്. യു ക്യാൻ റീച്ച് ഔട്ട് ടു us and we are more than happy to help you. So you all have a great Saturday, great weekend, and see you all soon. Bye. Bye everyone.